നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. 75 വയസ്സ് കഴിഞ്ഞ തന്നെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി മരുമകൻ മുഹമ്മദ് റിയാസിന് കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം നൽകാനുള്ള തീരുമാനമാണ് ഇപിയെ പ്രകോപിപ്പിച്ചത്. ആത്മകഥയിൽ പിണറായിയെ നിശിതമായി വിമർശിക്കുന്ന ഇപി ജയരാജനെ പുറത്താക്കാനാണ് പിണറായിയുടെ ആലോചന. അങ്ങനെ സംഭവിച്ചാൽ ഇപി ബിജെപിയിലെത്തും. കേരളം കാത്തിരിക്കുന്ന ഈ കാഴ്ചയറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. മരുമകൻ റിയാസിനെ ഉന്നത സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്താനുള്ള പിണറായിയുടെ ശ്രമങ്ങൾ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ് CPM-ൽ. ഇപിയാണ് ആദ്യ വെടി പൊട്ടിച്ചത്. ഇത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. വരും ദിവസങ്ങളിൽ കതിനാവെടികൾ ആയിരിക്കും ഉണ്ടാവുക. പൊടുന്നനെ ആത്മകഥ പുറത്തിറക്കി തന്റെ വിമർശനം ഉച്ചസ്ഥായിലെത്തിച്ചിരിക്കുകയാണ് ഇപി. ആത്മകഥ ഉടൻ പുറത്തിറങ്ങും. ഇപിക്ക് പിന്നിൽ BJP ആണ് എന്ന സംശയത്തിലാണ് CPM സംസ്ഥാന കമ്മിറ്റി. ആത്മകഥ ഇപി എഴുതിയതാണ് എന്നും അദ്ദേഹം ഒപ്പിട്ട് നൽകിയ കോപ്പി DC ബുക്സിന്റെ കയ്യിലുണ്ടെന്നുമുള്ള കൃത്യമായ വിവരം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഇപിയുടെ ആത്മകഥ എഴുതിയത് ദേശാഭിമാനി ലേഖകനാണ് എന്നും സർക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സർക്കാരിനെയും പാർട്ടിയെയും വെട്ടിലാക്കാൻ ശ്രമിച്ചതിന്റെ പേരിലായിരിക്കും ഇപിയെ പുറത്താക്കുക. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ല എന്നാണ് പുറത്തുവന്ന ആത്മകഥയുടെ ഭാഗങ്ങളിലെ വിമർശനം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് പൊതുവെയുള്ള വികാരമെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു. പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി P സരിൻ വയ്യാവേലിയാകുമെന്നും പരാമർശമുണ്ട്. പുറത്തുവന്ന ആത്മകഥയിലെ ഭാഗങ്ങൾ തന്റേതല്ല എന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇപി വ്യക്തമാക്കി. എന്നാൽ പ്രസിദ്ധീകരണം മാറ്റിയെന്ന് അറിയിച്ച DC ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചിട്ടില്ല. പോളിംഗ് ദിനം തന്നെ മുട്ടൻ പണിയായാണ് ആത്മകഥ പുറത്തുവരുന്നത്. രാത്രി തന്നെ DC ബുക്സ് അവരുടെ പേജിൽ ഇപിയുടെ ആത്മകഥ വരുന്ന കാര്യം പരസ്യപ്പെടുത്തിയിരുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ മുഖചിത്രം വരെ നൽകിയിരുന്നു. ഇപിയെ ടാഗ് ചെയ്തായിരുന്നു അറിയിപ്പ്. രാവിലെ പുസ്തകത്തിലെ വിശദാംശങ്ങൾ ബോംബായാണ് പുറത്തേക്ക് വന്നത്. സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഇപിയുടെ തുറന്നടിക്കൽ വൻ ചർച്ചയായി. ഇതിൽ നിന്നും ഇപി ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നതായി പാർട്ടി കരുതുന്നു. പുറത്തുവന്ന ആത്മകഥയിലെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രയാസമുണ്ട്. പദവി നഷ്ടപ്പെടുത്തിയതല്ല, പാർട്ടി തന്നെ മനസ്സിലാക്കാത്തതിനാലാണ് പ്രയാസം. നിലപാട് കേന്ദ്ര കമ്മിറ്റി അറിയിച്ചു. ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ ദുർബലമാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന അടുത്ത വിമർശനവും വരുന്നു. തിരുത്തൽ വരുമെന്ന് പറഞ്ഞാൽ പോരാ, അടിമുതൽ മുടി വരെ വേണം. സരിൻ നാളെ വയ്യാവേലിയാകുമെന്നാണ് അടുത്ത വിവാദ പരാമർശം. തലേന്ന് വരെ UDF സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചയാൾ കിട്ടാതെയായപ്പോൾ മറുകണ്ഠം ചാടി. പല ഘട്ടത്തിലും സ്വതന്ത്രൻ ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ വയ്യാവേലിയായ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അൻവർ ഉദാഹരണമാണെന്നും ആത്മകഥയിൽ പറയുന്നു. കഥാഭാഗം കത്തിപ്പടർത്തിയതിന് പിന്നാലെ തന്നെ മുഴുവൻ നിഷേധിച്ച് ഇപി ജയരാജൻ രംഗത്തെത്തി. നിയമ നടപടി എടുക്കുമെന്നും ഇപി പ്രതികരിച്ചു. ആത്മകഥാകാരൻ തന്നെ പ്രസാധകരെ തള്ളിയതോടെ വിവാദം പുതിയ വഴിയിലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നാലെ DC ബുക്സിന്റെ വിശദീകരണവും. സാങ്കേതിക കാരണങ്ങളാൽ പ്രകാശനം മാറ്റിവെച്ചു. ഉള്ളടക്കം പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കും. ഇപി പൂർണ്ണമായും തള്ളുമ്പോഴും ടൈറ്റിൽ അടക്കം DC ഉറച്ചു നിൽക്കുകയുമാണെന്നാണ് ഇപിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രധാന കാര്യം. നേരത്തെ പൂർത്തിയായ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ സമകാലിക സംഭവങ്ങൾ കൂടി ചേർത്ത് പുതുക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ വിവാദ വിഷയമായി മാറിയത്. പുസ്തക വിവാദത്തിൽ CPM അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തന്റെ രാഷ്ട്രീയ ജീവിതവും ആരോപണങ്ങളും ഒക്കെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്ന പുസ്തകം ഉടൻ ഇറങ്ങുമെന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 1-നാണ് ഇപി പറഞ്ഞത്. ഏതാണ്ട് ഇതേ സമയം തന്നെയാണ് DC ബുക്സ് ഇപി ജയരാജനുമായി പുസ്തകമിറക്കാൻ കരാർ ഉണ്ടാക്കിയതും. ഇപിയെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലായിരുന്നു പുസ്തകം എഴുത്തും എന്നുള്ള പ്രഖ്യാപനം. ഇതിനായി ഇപി പാർട്ടി അനുമതി നേടിയിരുന്നില്ല. ദേശാഭിമാനി ലേഖകൻ തന്നെയാണ് DC ബുക്സിന് പുസ്തകത്തിന് ടൈപ്പ് ചെയ്ത് പകർപ്പ് നൽകിയത്. ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നിട്ടും ഇയാൾ വിവരങ്ങൾ പാർട്ടി അറിയിച്ചില്ല എന്ന കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമീപകാലത്തെ സംഭവ വികാസങ്ങൾ കൂട്ടിച്ചേർത്ത പിന്നീട് നേരത്തെ നൽകിയ കരടിൽ പേജുകൾ വർദ്ധിപ്പിച്ചിരുന്നു. എല്ലാ വിവരങ്ങളും ഇപിയുടെ നിർദ്ദേശപ്രകാരമാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത്. ലേഔട്ട് ചെയ്ത പുസ്തകത്തിന്റെ PDF പകർപ്പ് ദേശാഭിമാനി ലേഖകനും ഇപി ജയരാജനും അയച്ചു കൊടുത്തിരുന്നു എന്ന് പ്രസാധകർ അവകാശപ്പെടുന്നു. പുസ്തകത്തിന്റെ പേരടക്കം ഇപിയുമായി ആലോചിച്ചാണ് നൽകിയത് എന്നും അവർ അവകാശപ്പെടുന്നു. സമീപകാലത്ത് മുഖ്യമന്ത്രിയുമായി മറ്റും നടത്തിയ ചർച്ചകളെ തുടർന്ന് ഇപി വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. ഇത് ഇപിയുടെ മനസ്സ് മാറ്റത്തിന് കാരണമായതാണ് പ്രസാധകർ കരുതുന്നത്. പുസ്തകം പ്രസിദ്ധീകരിക്കരുത് എന്ന് പിന്നീട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പ്രസാധകർ വ്യക്തമാക്കിയിരുന്നില്ല. ഇപിയുടെ പുതിയ വിശദീകരണം പരസ്യമായി തള്ളുന്നില്ല എങ്കിലും നേതാക്കൾ അത് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. പാർട്ടി തലത്തിൽ ഇത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകും. 75 തികയുന്ന ഇപിയെ ഇനി കേന്ദ്ര കമ്മിറ്റികൾ ഉൾപ്പെടുത്താൻ ഇടയില്ല എന്നാണ് സൂചന. BJP നേതാവ് പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദം ആക്കിയ
വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആത്മകഥയിലെ പ്രധാന പരാമർശം. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്റെ നിലപാട് കേന്ദ്ര കമ്മിറ്റിയിൽ വിശദീകരിച്ചു. കൂടിക്കാഴ്ച വ്യക്തിപരമായിരുന്നു. 1.5 വർഷത്തിന് ശേഷം അത് വിവാദമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അവരെ കണ്ടത് ഒരു തവണ മാത്രമാണ്, അതും പൊതുസ്ഥലത്ത് വെച്ചായിരുന്നു കണ്ടത് എന്നും പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ല എന്നും EP തുറന്നടിക്കുന്നു. പാലക്കാട് ഇടത് സ്ഥാനാർത്ഥി സരിനെ കടുത്ത വിമർശനവും പുസ്തകത്തിൽ പറയുന്നുണ്ട്. സരിൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് EP പാലക്കാട് വന്ന് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കും എന്നാണ്. എന്തായാലും താൻ മരിക്കും വരെ CPM ആയിരിക്കുമെന്നും പാർട്ടി വിടുമെന്ന് സ്വപ്നം കാണണ്ട എന്നുമാണ് പറയുന്നത്. ഞാൻ മരിച്ചുവെന്ന അർത്ഥമെന്നും, അതായത് പാർട്ടി വിട്ടുപോയാൽ താൻ മരിച്ചുവെന്ന അർത്ഥമാണെന്നാണ് EP പറയുന്നത്. പുസ്തകം താൻ എഴുതി തീർന്നിട്ടില്ല. DC ബുക്സ് മാതൃഭൂമിയും പ്രസിദ്ധീകരിക്കാൻ താല്പര്യം അറിയിച്ചിരുന്നു. താൻ അതിന്റെ അനുമതി ആർക്കും കൊടുത്തിട്ടുമില്ല. ബോധപൂർവം ഉണ്ടാക്കിയ കഥയാണ്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യം എങ്ങനെയാണ് ആത്മകഥയിൽ എഴുതുക? താൻ എഴുതാത്ത കാര്യം തന്റേത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. താൻ ഒരാൾക്കും ഒന്നും കൈമാറിയിട്ടില്ല. താൻ എഴുതിയതൊന്നുമല്ല ഇക്കാര്യങ്ങളെന്നും താൻ എഴുതിയിട്ട് ടൈപ്പ് ചെയ്യാൻ കൊടുക്കുകയായിരുന്നുവെന്നും ആ പുസ്തകത്തിന്റെ ആദ്യ ഭാഗം എങ്ങനെ പുറത്തു വന്നു എന്ന് അറിയില്ല എന്നും എന്റെ ജീവിത ചരിത്രത്തിലെ രാഷ്ട്രീയ ചരിത്രവും എഴുതുന്നുണ്ട്. താനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഭാഗമേ എനിക്കറിയൂ എന്നും EP വ്യക്തമാക്കുകയാണ്.